ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നുണ്ടല്ലോ എൻ്റെ ഏറ്റവും ചെറിയ അഞ്ചത്തിയുടെ സ്കൂളിൽ നിന്ന് പോയ ട്രിപ്പാട്ടോ, അതായത് LKG. അപ്പോൾ ഞാനും കൂടെ പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതാണ്, ഞങ്ങൾ കക്കാടംപൊയിൽ സ്കൈവേ പാർക്കിലോട്ടാണ് പോയിരുന്നത്. ഇത് വണ്ടി മല കയറുന്നത് എങ്ങനെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മെല്ലെ കയറുന്നത്, കാരണം എന്താ മല അല്ലേ. അപ്പോൾ ഇതാണ് ഇപ്പോൾ വണ്ടിൻ്റെ ഉള്ളിലത്തെ ഒരു വൈബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടിയാണിത് കാണുന്നത്. അതിൻ്റെ കുറച്ച് വൈബാണ്, വണ്ടിൻ്റെ ഉള്ളത്തെ വൈബാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗപർണിക്കിലായിരുന്നു ഞങ്ങൾ പോകുന്നത്. അപ്പുറത്ത് വലിയ വലിയ മലകളൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ പോയിരുന്നത് പറഞ്ഞാൽ ഈ പത്തനാപുരം തോട്ടുമുക്കം ഭാഗത്തൂടെ ആയിരുന്നു ഞങ്ങൾ പോയിരുന്നത്. അത് തോട്ടുമുക്കം ഭാഗത്തൂടെ. ഇതിപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇതിപ്പോൾ ആ മല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മലയെ കയറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് പറഞ്ഞാൽ കുട്ടികളുടെ ഡാൻസാണ്. അതായത് അവരെ ബസ്സിൽ വൈബടിച്ച് ഡാൻസ് കളിക്കുന്ന രംഗമാണ് ഇപ്പോൾ ഇത്. ഞങ്ങൾ പാർക്കിൽ അവസാനം എത്തി. പാർക്കിൽ എത്തിയതിന് ശേഷമുള്ളതാണ് ഇത് കാണുന്നത്. അവസാനം പാർക്കിനൊക്കെ എത്തി സംഭവമാണ് ഇത്. സ്കൈവേ പാർക്കാണ്. നമ്മൾ മാജിക് ഷോ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവിടെ ഒരാൾ മാജിക് ഷോ ഉണ്ടായിരുന്നു, അപ്പോൾ കാണാൻ വേണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ അയാൾ മാജിക് ഷോ തുടങ്ങിയിട്ടുണ്ട്. മാജിക് ഷോ അയാളെല്ലാവരും സംശയം ചേർത്തിട്ട് മാത്രമേ മാജിക് ഷോ തുടങ്ങുമെന്നുള്ള നിബന്ധന ഉണ്ട് അയാൾക്ക്. അതായത് 2 പാത്രം ഒപ്പരം കാണിച്ചാലേ പറഞ്ഞാലൊക്കെ കാണിച്ചു തരും അയാൾ. അങ്ങനത്തെ ഒരാളായിരുന്നു അയാൾ. അത് നമ്മളെന്താ പറയുന്നത്, നല്ല സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തിട്ടേ അയാൾ മാജിക് ഷോ തുടങ്ങുള്ളൂ. അതാണ് അയാളൊരിത്. ആഞ്ഞ് കാട്ടിയ മാജിക് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ഇതല്ലേ, ഒരു ഗിൽറ്റുള്ള ഒരു വള്ളി പോലത്തെ സാധനം 3 ഉള്ള ഈ ഡാൻസ് കളിക്കുമ്പോൾ കൈ വെട്ടുന്ന സംഭവമല്ലേ. ചെറിയ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ ഉള്ള അത് അയാൾക്ക് കയറെന്ത് ചെയ്യും, അതായത് തൊപ്പിൻ്റെ ഉൾക്കിടും. അത് എടുക്കുമ്പോൾ ഒരു വടിയടായി മാറും. അതായത് ഇയാൾ ചെയ്യുന്ന പോകുന്ന മാജിക് എന്ന് പറഞ്ഞാൽ. അതായത് കുട്ടികൾ കൈമാട്ടുന്ന സാധനമല്ല. ഡാൻസ് കളിച്ചുമ്പോൾ അതിന്മേൽ വള്ളി ഉണ്ടാവുമല്ലോ, വള്ളി ആദ്യമേൽ അതേമാതിരത്തെ സംഭവം. ഇപ്പം അല്ലേ ഈ വള്ളി. മാജിക് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങാൻ പോവാണ്. അപ്പോൾ അയാൾ അതെടുക്കുമ്പോൾ ഒരു വടിയായി മാറും. മാജിക് പോയ 3 നൂലുണ്ടല്ലേ, ഒരു വള്ളി, അതാണ് ഇപ്പോൾ ആ വലിയ വടി വയ്ക്കുന്നത്. അപ്പോൾ ആ വടി അയാളെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞാടിയതാണ് കാണുന്നത്.
അതാണ് അയാളെ വെറും ഒരു സഞ്ചിയാണ്. അത് മാജിക്കിൻ്റെ സംഭവമല്ല. അവിടെ മാജിക്ക് കഴിഞ്ഞ സംഭവമൊക്കെ എടുത്തേക്കുന്ന സഞ്ചിയാണ് അടിയിലുള്ളത്, ആ ചോപ്പ്. ഇത് മാജിക്കിൻ്റെ പാത്രമാണല്ലോ ഇത്. അത് പറഞ്ഞത് മാജിക്കാർക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പാത്രമാണ് കാണുന്നത്. പറ്റിയെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്ന് ഇതാക്കുകയാണ്. എനിക്കിങ്ങനെ അയാളെ മുട്ടിയപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അത് മുകളിൽ മുട്ടാണ്ട് പിന്നെ പാല് വെക്കണുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അതുകൊണ്ട് രണ്ടൊപ്പരം കാണിക്കാമോ എന്ന്. രണ്ടൊരേ ടൈമിൽ അതായത് ചോദിച്ചു രണ്ടൊപ്പരം കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ചോദിക്കുമ്പോൾ അത് കേൾക്കില്ല എന്ന് പറഞ്ഞ രംഗമാണ് ഇപ്പോൾ കാണുന്നത്. അത് അല്ല എന്താ സംഭവം ഉദ്ദേശിച്ച് ഞാൻ മനസ്സിലായില്ല അയാൾക്ക്. എല്ലാവരും പറഞ്ഞിട്ട് ഇപ്പോഴവിടെയുള്ള എൻ്റെ കൂടെ വന്നവരൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്, രണ്ടൊപ്പരം കാണിക്കുക പറയുന്നുണ്ട്. അവസാനം ഞാൻ രണ്ടൊപ്പരം കാണിച്ചു. രണ്ടൊപ്പരം കാണിക്കണം. അയാൾക്ക് എന്തത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. അല്ലേ പറഞ്ഞു ഉദ്ദേശിച്ചത് അതായത് രണ്ടും ഒരേ ടൈമിൽ മുന്നേക്ക് കാണിക്കാമെന്ന് ചോദിച്ചു. ഇതേമാതിരി കാണിക്കാമെന്നാണ് ഞങ്ങൾ ചോദിച്ചിരുന്നത്. എനിക്ക് സംശയം തോന്നി എന്താ വെച്ചാൽ അത് മറ്റേ മൂടി കാണിച്ചു തരാറപ്പളേ പിന്നെ മുകളിൽ നിന്ന് പറഞ്ഞ മുട്ടിയാണ്ട് ജസ്റ്റ് പാല് വെക്കുന്നത് കണ്ടു. ഞങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീഡിയോയിലുണ്ട് മുകളിലത്തെ ആദ്യം പാത്രം കാട്ടി നിങ്ങൾ മൂടി കാട്ടിയതിന് ശേഷം മൂടിൻ്റെ മുകളിൽ മുട്ടിയാണ്ട് എന്തായിരുന്നു വെച്ചാൽ പാല് വെക്കുക. അപ്പം എനിക്കത് സംശയം തോന്നി. അയാൾ ആ തുടങ്ങുമ്പോൾ പറഞ്ഞു ഇത് കള്ളത്തരൊന്നും ഇല്ലാത്ത മാജിക്കാണ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കുറേ പേപ്പർ ഇടുകയാണ്. അതായത് സാധാരണ കളർ പേപ്പറല്ലേ, അത് ഒരു സമചതുരം ഒക്കെ മുറിച്ച് വെച്ചത്. വെള്ള നീല പച്ച കുറേ കളർ പേപ്പേഴ്സ് മുറിച്ച് വെച്ചാണ് ഇതാണ്. ഇത് മാജിക് ബുക്കാണല്ലോ, മാജിക് ബുക്ക്. ഞാൻ എന്താ അബ്രക്ക ഡബ്രാന്ന് എന്താ മന്ത്രം ചൊല്ലുമ്പോൾ എന്ത് അതിൻ്റെ ഓരോ ചിത്രം വരും. അതാണ് മാജിക് ഇഞ്ഞ് വരുന്നത്. അബ്രക്കട വരച്ചതിന് വെച്ച് കഴിഞ്ഞാൽ അബ്രക്കട അബ്രയുടെ മെനു വേറെ ചിത്രം വരച്ച് അത് കാണുന്നത് അതിനുള്ളിൽ. അതിപ്പോൾ മാജിക് പോലെയാണ്. അബ്രക്ക ഡബ്ര പറഞ്ഞ മാജിക്കാണ് ചൊല്ലുന്നത്. അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാജിക്കിൻ്റെ മന്ത്രത്തിന് ഇപ്പോൾ അപ്ഡേഷൻ പെടുന്നതാണല്ലോ. അതായത് അയാൾ മാജിക് കളിക്കുന്ന കാലത്ത് ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത എന്നായിരുന്നു, ഇപ്പോൾ മാറിയാണ്ട് ഇപ്പോൾ അബ്രക്കഡബ്ര ആയിരുന്നു എന്നാണ് പറയുന്നത്. അയാൾ പഠിക്കുന്ന കാലത്ത് മന്ത്രം വേറെ ആയിരുന്നു, ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത. ഇപ്പോഴത്തെ കാലത്തൊക്കെ മന്ത്രം മാറിയാണ്ട് ഇപ്പം അബ്രക്ക ഡബ്ര എന്നായിരുന്നാണ് അയാൾ പറഞ്ഞത്. അവസാനം മന്ത്രം ചൊല്ലിയപ്പം ആ ചിത്രമൊക്കെ വന്നു. ഞാൻ അത് പോക്കാള മന്ത്രം ചൊല്ലാണ്. അത് അബ്രക്ക ഡബ്ര തന്നെയാണ് അയാളെ എപ്പോഴുള്ള മന്ത്രം. ഇപ്പം അയാളെ ചിത്രമില്ല.
എന്താ ഇനി എന്തൊരു വേറെ മാജിക്കാണ്. ഇതെന്താ തൊപ്പിൻ്റെ അടുത്ത് എടുക്കുമ്പോഴത്തേനും ഒക്കെ കൂടിയാണ്ടൊരു ഇതായി ഉണ്ടാവും. എന്തോ ഒരു ശീലമായി ഉണ്ടാവും. അതിപ്പോൾ എണ്ണ ഇടുകയാണ്. അതിൽ നിന്നല്ല എടുക്കുന്നത്. ആരും തൊപ്പിക്കൊന്നുണ്ട്. തൊപ്പിക്കാണ്. അതിപ്പോൾ എണ്ണ എടുത്തിടുകയാണ്. എണ്ണ ബിസിയാണ്. അതെ ആണ്. ഇപ്പം നമ്മളാളെ മാജിക്കാണ് ഇതിന് വേണ്ടിയിട്ട് എണ്ണൊക്കെ പിരിച്ച് ഇതാക്കി കഴിഞ്ഞിന്. എണ്ണ വെച്ചാൽ കുറച്ച് കളർ അതിന് തിരികെ എടുക്കും. എന്താ ഇതിപ്പോൾ അടുത്ത കളർ പേരൊക്കെ നോക്കിയാൽ ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ, പച്ച ഈ കളറൊക്കെ എടുത്താണ്. ചുവപ്പാണോ ഓറഞ്ചാണോ സംശയമുണ്ട്. അത് ശീല വരുമ്പോൾ ഓറഞ്ചാവുന്നുണ്ട്. എനിക്ക് സംശയം തോന്നുന്നത് മാജിക് ആണെങ്കിൽ ഞാൻ രാവിലെ 11 മണിക്ക് വേണ്ട. ഇപ്പോൾ ഈ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് പറഞ്ഞാൽ ഇപ്പോൾ രാത്രി ഒരു 8:41 ഞാൻ പോയത് പറഞ്ഞാൽ 12/12/2025, അതായത് 2025 ഡിസംബർ 12 വെള്ളിയാഴ്ചയാണ് പോയത് പാർക്കിക്ക്, സ്കൈവേക്ക്. ആ തൊപ്പിന് നോക്കുന്നുണ്ടല്ലേ, വെറുതെ നടക്കുമ്പോൾ കണ്ടില്ലേ ഒരു ഇതായി വന്നു, ശീലമായി വന്നു. ഞങ്ങളുടെ ഭാഷ പറയുന്നത് ശീല. നിങ്ങളുടെ ഭാഷയിൽ എന്താണോ പറയുന്നത് നമുക്കറിയില്ല. ഞങ്ങൾ കട്ടില്ലാത്ത തുണിക്കൊക്കെ ഞങ്ങൾ ശീല എന്ന് പറയല്. ഇനിയിപ്പോൾ അയാതി ശീല നമ്മൾ എവിടെയെങ്കിലും തുടക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പറയും കൈക്കല കണ്ടെന്ന് പറയും. നമ്മൾ ചില ശീലൊക്കെയാണല്ലോ നമ്മൾ എവിടെയെങ്കിലും തുടക്കം ഉപയോഗിക്കുക. ആ തുടക്കം ഉപയോഗിക്കുക എന്ന് പറഞ്ഞതാണ് എന്ത് കൈക്കല കണ്ടെന്ന്. അത് കിച്ചണൊക്കെ അയാൾ ശീലം വൃത്തിയാക്കുക. കിച്ചണിൻ്റെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഇപ്പോൾ ആൾ സപ്പോർട്ട് ചെയ്യാൻ പറയുകയാണ് കൈ അടിച്ചാണ്ട്. പിന്നെ മാജിക്കൽ ടീച്ചറെ വേണമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചാണ് അയാൾ, ഏതെങ്കിലും ഒരാൾ വരണമെന്ന് പറഞ്ഞപ്പോൾ. അങ്ങനെ അവസാനം UKGത്തെ ടീച്ചർ വന്നു. LKG UKG ആയിരുന്നു പോയിരുന്നത്. എൻ്റെ അഞ്ചെത്തി എന്നാൽ LKG ഉണ്ടായിന്. എൻ്റെ അഞ്ചെത്തി LKG ആയിരുന്നു. ഇത് UKGത്തെ ടീച്ചറാണ്. ഇതൊന്ന് മുത്തുമാലിൻ്റെ മാജിക്കാണ്. അത് ഞാൻ മുറിച്ച് അവസാനം മുത്തയിക്കിടും, ഗ്ലാസ്സിന് കൊടുക്കും. ഇവിടെ എടുക്കുമ്പോൾ അതേമാതിരി ആകും. ആണ് മാജിക്ക്. അതായത് മനസ്സിലായില്ലെങ്കിൽ കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാവും. അതായത് ഞാൻ മുത്തുമാല 2 ആഴ്ച പിടിച്ചിട്ടില്ലേ, ഇതേമാതിരി മുറിച്ചു. എത്ര 16 വട്ടം പിടിച്ചു. അതായത് 32 ജോഡി ആക്കി മുറിച്ചു പോയി. 16 ജോഡി, അതായത് ടോട്ടൽ 32. എന്നിട്ട് എന്ത് ചെയ്യും, മുത്തുമാല പൊട്ടിച്ച് മുത്തുമാല എന്ത് ചെയ്യും, മൊത്തം ആദ്യം ഒരു ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് ഗ്ലാസ്സിൻ്റെ ഇടും ചുറ്റിയാണ്ട്. ഇവിടെ ചുറ്റി പുറത്തേക്കൽ എന്ത് ചെയ്യും, ഈ നൂലിടും. അത് പിന്നെ അവസാനം എടുക്കുമ്പോൾ ഒരു ഇതേമാതിരത്തെ ഒരു മാലാവും. ഇപ്പോൾ UK ടീച്ചറുടെ മുറിപ്പിച്ചത് എങ്ങനെ കാണുന്നത്, പൗതി വയ്ക്കാനൊക്കെ മുറിച്ചതല്ലോ.
മുത്തൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നുണ്ട്. മുത്തൊന്നും ഒഴിവാക്കിയിട്ടില്ല. വെയിലടിക്കുന്നതുകൊണ്ട് അത് ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടായിരുന്നു. വെള്ള മുത്തായതുകൊണ്ട് അങ്ങനെ ക്ലിയർ കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ മുത്തൊക്കെ ഇട്ട് കൊടുക്കണേ. എങ്ങനെ ഗ്ലാസ് ഇപ്പം കൊടുത്ത് ഗ്ലാസ്സിനൊക്കെ മുത്തിറക്കിയേക്കാണ്. അത് അങ്ങനെയൊക്കെ വെച്ചാൽ അവിടെ മുകളിൽ നൂലിന് വേണ്ടി ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഞാൻ നൂല് മുറിച്ചാട്ടോ. ഇപ്പം 2 ഇപ്പം 4 അങ്ങനെ 16 ജോഡി. അതൊന്ന് ഇങ്ങനെ ടോട്ടൽ 32 16 ജോഡി. മുറിച്ച് അവസാനം ഇപ്പം ടീച്ചർ മാജിക് കൊല്ലാണ്. അവസാനം മേക്കത് 2 ടേസ്റ്റ് മാജിക് കൊല്ലാണ്. ഇതാണ് അബ്രക്കഡബ്ര തന്നെയാണ് മാജിക്ക്. മാജിക്കിൻ്റെ മന്ത്രം. ടീച്ചർ ഇപ്പോൾ അയാളെ തൊപ്പിയും കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മയായത് ടീച്ചർക്ക്. തൊപ്പിയും കൊണ്ട് പോയിനാ ടീച്ചർ. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ഞങ്ങൾ കാണുന്നതാണ് ഒരു പാതാണ്, റൈഡാണ്. ഇതിങ്ങനെ ആട് പോകുന്ന റൈഡാണ്. ഇപ്പോൾ ഇതാ റൈഡ് കഴിഞ്ഞ ശേഷം ഇവിടെ സിപ്പ് ലൈനാണ്. ഇപ്പം സിപ്പ് ലൈൻ ഓരോ ആൾക്കാർ കയറാൻ നിൽക്കുന്നുണ്ട്. ആ പോണത് എൻ്റെ ഉമ്മച്ചിയാണ്. ഇതാണ് നമ്മളെ കിഡ്സിൻ്റെ പാർക്കാണ്. അപ്പോൾ അവിടുന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പാർക്കിൽ വീഡിയോ എടുത്തപ്പോഴാണ് നമ്മൾ അപൂർവമായിട്ട് ഒരാളെ കണ്ടത്. അതായത് നമ്മളെ വയനാടൻ ബ്ലോഗർ. അയാളാണിത്. വയനാടൻ ബ്ലോഗറാണ് നമ്മളെ വയനാടൻ ബ്ലോഗർ. അതായത് 2 ബസ്സൊക്കെ അല്ലായിരുന്നു വയനാടൻ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ ഫുഡ് ഏരിയ ആണ് കേട്ടോ. അവിടെയല്ല ഫുഡ് ഏരിയ, അപ്പുറത്ത്. ഞാൻ നേരത്തെ ഒരു മിന്നായം പോലെ കണ്ടത്, ഒരു മിന്നായം പോലെ ഒരു ഇത് കണ്ടില്ലേ, ഒരു കൂടാരം. ഇനി കാണിച്ചു തരാം. അതാ ഈ കാണുന്നത്, ഈ കൂടാരാണ് ഫുഡ് ഏരിയ. ഇത് റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് ഇവിടുത്തെ ഫുഡാണ്. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അടിയിൽ സ്ഥലമുണ്ട്, ഒരു ഷെഡുണ്ട്. ഒരു കല്യാണ പന്തലെടുത്ത സംഭവമുണ്ട് അടിയിൽ. അവിടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരില്ല, ഒരു ചായയും കണ്ടൊക്കെ കൊണ്ടുവരില്ല തിന്നാൻ. അങ്ങനത്തെവർക്കാണ് അവിടെ ഇരുന്ന് തിന്നാം. ഇവിടുന്ന് വാങ്ങുന്നതൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റാണിത്. ഞങ്ങൾ കുറച്ച് ചെക്കൗട്ട് ചെയ്യാനായിട്ട്, കാരണം വെച്ചാൽ എത്ര മണിക്കാ വെച്ചാൽ 5:20 ഉണ്ടാവും ആ സമയത്ത്, ഞാൻ വീടുള്ള സമയത്ത്. ഞങ്ങളിനി ഇവിടെ എത്ര ഡി ഉണ്ട്, 16 8 ഡിയോ 16 ഡിയാണ് 18 ഡിയാണെന്ന് അറിയില്ല, 18 16 ഡി മറ്റേ കാണാൻ പോകാൻ നിൽക്കുകയാണ്. ബാഗ് എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. വെച്ചാൽ ഇനി അതൊക്കെ ഞങ്ങൾ നേരെ ചെക്കൗട്ട് അടിക്കും അവിടുന്ന്. ഇപ്പോൾ ഒരു മാനാണ് കാണുന്നത്. ഞങ്ങൾ മുകളിലെത്തിട്ടോ, ഞങ്ങൾ അതിന് കയറിയോണ്ടിരിക്കുകയാണ്. മുന്നേ ഇതിൻ്റെ നേരെ മുന്നേ കണ്ടില്ലേ, ഇപ്പോൾ മുടി കാണുക. അതായത് അതിൻ്റെ ചങ്ങായിൻ്റെ അനിയാണ്. മുന്നേ വേണമെന്നാണ് ഇതിൻ്റെ ഒരു ചങ്ങായിയാണ്. എന്തോ അങ്ങനെ കിട്ടുകയാണ്. വെറും ഏക്കാർക്കുള്ള സീറ്റാണ്. ഇപ്പോൾ ആ ഏക്കാർ സീറ്റ് ഉണ്ടായിരുന്നത്, ആ ഏക്കാർ ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ ഭാഗത്ത് കിട്ടിയതാണ് അവസാനത്തെ ഒരു ഫിലിം. ഇതാണ് ഇതിൻ്റെ അവസാനത്തെ ഇതിനാണ് ഞങ്ങൾ കയറുന്നത്. ഇപ്പം എനിക്ക് കൂളിംഗ് ഗ്ലാസ് ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് കൂളിംഗ് ഗ്ലാസ്സൊക്കെ കിട്ടി. റൈഡ് തുടങ്ങിട്ടോ. ഇത് 3D ആണ്. 3D ഏത് ഡി ആണ് അറിയില്ല, 18 16 ഡി ആണ് ഇത്. നമുക്ക് ഡി ആണ് അറിയില്ല. ഞാൻ ആ കൈകൾ നമ്മൾ അടുത്തൂടെ പോകുന്നത് നിൽക്കാം. ഞാൻ കണ്ണാടിയിട്ടാണ് കാണുന്നത്. അപ്പം നമ്മൾ കൈകളൊക്കെ നമ്മൾ അടുത്തൂടെ പോകും. നമ്മൾ പഠിക്കാൻ ലൈറ്റൊക്കെ അടിക്കുന്നുണ്ട്. അവിടെ അടുത്ത അടി കാണുന്ന ലൈറ്റാണ് അടിക്കുക, എഫക്റ്റ് തരാൻ നമുക്ക്. അപ്പോൾ ഇത് കുറേ മഴയൊക്കെ വരുന്നു. അതായത് ചെറിച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്നു. ഫോണാകെ നനഞ്ഞിരുന്നു വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ. പിന്നെ നമ്മുടെ കാലിൻ്റെ അടുത്തേക്ക് വരുന്നതിൽ എന്തൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ അടുത്ത് വരുമ്പോൾ ഈ മണ്ണാത്തനൊക്കെ ഇതൊക്കെ അടുത്ത് വരുമ്പം കാൽമ എന്താ സാധനം എന്താ വയറ് ഇങ്ങനെ തട്ടിയിരുന്നു. വയറിങ്ങനെ തട്ടുമല്ലോ, നമുക്കൊരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫക്റ്റ് ഒറിജിനൽ അറിയാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന എയർഫോഴ്സാണ്. സ്ഥലങ്ങൾ കഴിഞ്ഞ് മറങ്ങാണ്. സംഭവം കഴിഞ്ഞ് ഇതാണ് തിയേറ്റർ.
ഞങ്ങൾക്ക് അവിടെ ഗ്ലാസ് കൊടുത്തു ഇറങ്ങി. അടിയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടിയിൽ കുറേ കുട്ടികളൊക്കെ വന്നിരുന്നു. ഇതിൻ്റെ ചങ്ങായിൻ്റെ അനിയനാണ്. അടിയിൽ എത്തി. ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമായിരുന്നു. അവിടെ സ്കൈ വേ എഴുതിച്ചത് ആ ബോർഡ് എടുത്തുന്നുണ്ട്. അപ്പം അതിന് എല്ലാവരും കൂടി വന്നതായിരുന്നു. ഇത് കുട്ടികൾക്കാണ്. അതായത് LKG ടൂർ വന്നത്. LKG UKG കുട്ടികളാണ്. ഞങ്ങളുടെ വേറെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ ആഴ്ച എടുത്താണ്. ഇപ്പം ഫോട്ടോ എടുക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം വെച്ചാൽ ഞാനും ആ ഫോട്ടോയിലുണ്ടായിരുന്നു, എല്ലാവരും കൂടി എടുക്കണതിൽ. അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത് LKG UKG ടീച്ചേഴ്സും അതുകൊണ്ട് ഞാൻ അടുത്തായിരുന്നു ആ ഒരു ഫോട്ടോ. അവസാനം ഞങ്ങൾ പുറത്തെത്തിട്ടോ. പുറത്ത് എത്തി. പറ്റിയപ്പോൾ ഇതാണ് ആ കാണുന്നത്. നമ്മുടെ LKG ടീച്ചറാണ് കേട്ടോ. അതിലൊന്ന് ഒരു ഓറഞ്ച് ഡ്രസ്സ് ഇട്ടാണ് ഞാൻ രണ്ടാക്കാൻ എടുത്തില്ലേ, LKG ടീച്ചറാണ്. ഇതിപ്പോൾ ബസ്സിൻ്റെ ഉൾഭാഗമാണ്. ഇപ്പോൾ കയറിയ ശേഷമുള്ള സംഭവങ്ങളാണ് ഇത് കാണുന്നത്. ഇതൊക്കെ ബസ്സിൻ്റെ ഉൾഭാഗമാണ്. അങ്ങനെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്.